സപ്പോർട്ട് ഉണ്ട് ജ്യൂസ് അടിക്കാനത്ത ഇവിടെ മരത്തി വെള്ളം മരത്തില് കേട് എന്താ മരത്തില്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞതുപോലെ ഞങ്ങൾ വീട്ടിലുണ്ടായ സപ്പോർട്ടാണ് കേട്ടോ. ഈ സപ്പോർട്ട വെച്ചിട്ട് ഇന്ന് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സപ്പോർട്ട വെച്ച് ജ്യൂസ് അടിക്കാൻ എന്തൊക്കെ വേണ്ടതെന്നുള്ള റെസിപ്പീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സപ്പോർട്ട, കുറച്ച് ഹോർലിക്സ്, പാല്, ഐസ് ക്യൂബ്, ഷുഗർ, ഇത്രയും സാധനങ്ങളാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടത്. ഐസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഐസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്ന് പിന്നെ പൊട്ടിച്ച് ചെറിയ പീസാക്കിയിട്ട് വേണം ജ്യൂസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതൊന്നാകെ ഇട്ടാൽ ചിലപ്പോൾ ജാമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സപ്പോർട്ട ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഐസ് പൊട്ടിച്ച് ഐസ് ക്യൂബ് ആക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. ഫുള്ളായിട്ട് പാൽ ആഡ് ചെയ്തിട്ട് അതിനുശേഷം 1-2 സ്പൂൺ ഹോർലിക്സ് ആഡ് ചെയ്യുക. ഹോർലിക്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അടിക്കുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ബ്ലെൻഡറിലാക്കിയതിന് ശേഷം ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1 മിനിറ്റ് ഫുൾ സ്പീഡിൽ അങ്ങ് ബ്ലെൻഡ് ചെയ്യാൻ വിടുക. ഓക്കെ, ഒരു 1 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഇതുപോലെ ഫുള്ളായിട്ട് നന്നായി അടിച്ച് വന്നിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്തൊരു സ്പൂൺ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാവും അടിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി അടിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു ജഗ്ഗിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ജ്യൂസ് എങ്ങനെ അടിക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്ത്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.